ഓഫ് ചെയ്ത് കൊടുക്കുക, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ അല്ലേ? ഇനി പോവാം. ഇനി നോക്കിയാൽ ഈ വഴി നമുക്ക് കാണാതെ അറിയാം ഇവിടെ എന്താ ഇടിക്കാനുള്ളതെന്ന് അറിയാം. ഇവിടെ ഒന്നും ഇല്ലെന്ന് ഉറപ്പാണ്. ഇരിക്കാനുള്ളത് അവിടെ മുന്നിലെ ചെടിച്ചട്ടികളും ആ സാധനങ്ങളും ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ തിരിച്ചു മാറിയാൽ മതി വണ്ടി. ആദ്യമേ എടുത്ത് തിരിച്ചു മാറ്റുമൊന്നും വേണ്ട. ഫ്രണ്ടോട്ട് നമുക്ക് പോകാൻ പറ്റും. അത് മറയുന്നതിന് മുമ്പ് തിരിഞ്ഞു മാറിയാൽ മതി വണ്ടി. അപ്പൊ കുറച്ച് ബെൻഡിട്ട് ഇറങ്ങി പോയാൽ മതി വണ്ടിയും കൊണ്ട്. നേരെ ഓടിച്ചെന്നാൽ അതിലേക്കായിരിക്കും വണ്ടി പോകാൻ പോകുന്നത്. അതിലേക്ക് പോകാത്ത രീതി പതുക്കെ അതിനെ മാറ്റി കൊണ്ടുവന്നാൽ മതി. അതിലിടിക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു മാറിയാൽ മതി. അതായത് അത് നമ്മൾ ആ വിഷ്വല് മറയുന്നതിന് മുമ്പ് തിരിഞ്ഞു മാറിയാൽ മതി വണ്ടി. പോട്ടെ, പതുക്കെ പോയാൽ നിന്ന് പോയാൽ മതി. ഒരു ടെൻഷൻ ഇല്ല. നോക്ക്, ഇപ്പോഴൊരു ഒരു ചരിവ് എടുത്ത് വെച്ചാൽ ഒരുപാട് തിരിക്കേണ്ടി വരില്ല. തിരിച്ചോണ്ടിരിക്കരുത്, വേണ്ട, അതിലോട്ട് പോകുന്നില്ല. അപ്പൊ ഇനി തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി റണ്ണിങ്ങിൽ വണ്ടി പോയി തിരിഞ്ഞോളും. ഫ്രണ്ട് നോക്കിയിരുന്നാ മതി. കണ്ടാ, ആ പയ്യെ പോയാൽ മതി. നിന്ന് പോയാൽ മതി. കണ്ടാ, ലെവല് കിട്ടും ഇനി ഇവിടെ. അതിനൊന്ന് ബ്രേക്ക് ചെയ്യും, ലെവലാക്കി എടുക്കുക വണ്ടിയാണ്. കാരണം ഇല്ലെങ്കിൽ വണ്ടി ഇനി ഇങ്ങോട്ട് പോകും. പിന്നെ ഒന്നാണ് ഇങ്ങനെ നോക്കും, എങ്ങോട്ടാ മാറിപ്പോണ്ടേന്ന് നോക്കാം. അത് തന്നെ നമുക്ക് എവിടെ പോയാലും ഒരു ഓപ്പൺ റോഡ് കിട്ടുന്നത്. അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കിട്ടും. നേരെ മുന്നിലോട്ട് കയറി കയറ്റം കയറി നിൽക്കും വണ്ടി. ഓടി വന്നിരുന്നാൽ കയറിയാണ്. ഇനി ചെറിയൊരു സപ്പോർട്ട് കൊടുക്കണം. മോള് കൊടുക്കട, പയ്യൊരു സപ്പോർട്ട് കൊടുക്കും. പതിയെ പിടിച്ച് കയറിയാൽ മതി. അങ്ങനെ ആ കയറ്റം കയറി വരട്ടെ. ഇച്ചിരി കൂടെ പയ്യെ ബ്രേക്ക് ചെയ്ത് നിർത്തിക്കും. കണ്ടാ, ഇത്തിരി കൂടെ മുന്നേ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഇച്ചിരി കൂടെ മുന്നോട്ട് കയറ്റി നിർത്തും. പതിയെ കയറിയാൽ മതി. കയറട്ടെ. ബ്രേക്ക് ചെയ്ത് നിർത്തണം. കണ്ടാ, ഈ സൈഡ് കാണാം നമുക്ക്. ആ ഒരു സൈഡ് മാത്രം കയറി നിന്ന് കൊടുക്കും. ഇച്ചിരി കൂടെ ആ സൈഡ് മാത്രം ഇച്ചിരി കൂടെ മുന്നോട്ട് കയറി നിന്ന് കൊടുക്കും. ഇച്ചിരി കൂടെ എന്താ മതി. ആ ഗ്യാപ്പിൽ പോയാൽ മതി. നമുക്ക് ഇത്തിരി മുന്നോട്ട് കയറി നമുക്ക് അവിടെ ബ്ലോക്ക് ചെയ്ത് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അവിടെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഇച്ചിരി മുന്നോട്ട് കയറി ഇനി അവർ വരുമ്പോൾ പോകാൻ പറ്റത്തില്ലല്ലോ. ബ്രേക്ക് ചെയ്ത് പിടിക്കും. കണ്ട, അവിടെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇച്ചിരി കൂടെ മുന്നിലോട്ട് ഇറങ്ങി കൊടുത്താൽ മതി. ഒരു സ്പേസ് വീഴുന്ന കണ്ട, ആ ഗ്യാപ്പിൽ ഇച്ചിരി മുന്നോട്ട് കയറി നിൽക്കണം. ഇവിടെയും കൂടെ നോക്കണം. ഇച്ചിരി കൂടെ മുന്നോട്ട് കയറി. ഇച്ചിരി കൂടെ കയറട്ടെ. ആ ബ്രേക്ക് ചെയ്ത് പിടിച്ചു. കണ്ട, ഇനി അവിടുന്ന് വരുന്നവന് നമുക്ക് വേണ്ട സ്ഥലമെടുത്തേ വരുള്ളൂ. കാരണം നമ്മൾ റോഡിൽ ഇറങ്ങി നിൽക്കുക. അങ്ങനെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. ഒരു സൈഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഇനി ഒരു അവസരം കിട്ടുമ്പോൾ ഒരടിയെങ്കിൽ ഒരടി ഇറങ്ങി നിന്ന് കൊടുക്കണം. അങ്ങനെ ഈ ലൈൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഇത് തിരക്കുള്ള റോഡാണ്. കുറേ നാൾ ഇറങ്ങി നമുക്ക് ആ അറപ്പ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ മുന്നോട്ട് കയറി നിന്ന് കൊടുക്കും. ആക്സിലേറ്റർ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യും. ബ്രേക്ക് അവിടെ നിൽക്കട്ടെ. കണ്ട, ഇനി നമുക്ക് അടുത്ത അവസരം വരും. അതുവരെ അല്ല, നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് വണ്ടികൾ നിൽക്കണ്ടേ? എന്തിന്? രണ്ട് സൈഡും നോക്കി. ആ ഓട്ടോ പോയാൽ അവിടെ ഒരു സ്പേസ് ആയി. അപ്പോൾ പോട്ടെ, പയ്യെ മുന്നോട്ട് പോട്ടെ. ഓട്ടോ ബ്രേക്ക് വിട്. തിരിച്ചോണ്ടിരിക്കാതെ വീണ്ടും ബ്രേക്കിൽ പോകാം. ഒന്നുകൂടെ നിന്ന് കൊടുക്കുക. ആ ബസ്സും പോട്ടെ. ഇച്ചിരി കൂടെ മുന്നോട്ട് കയറി. അവിടെയല്ല, ഇനി ഇവിടുന്ന് ഇടിക്കുകയുള്ളൂ. പയ്യെ ഇച്ചിരി മുന്നോട്ട് കയറിയോളൂ. അവർ പോട്ടെ. അപ്പോൾ ബ്രേക്ക് ചെയ്ത് പിടിച്ചു. അവിടെ നിന്നു, ധൈര്യമായിട്ട് നിന്നു. അവിടെ സ്ഥലം വരുമ്പോൾ ഇവിടെയും കൂടെ നോക്കണേ. എടുത്ത് വെച്ച് വിടരുത്. ഇച്ചിരിയുടെ മുന്നോട്ട് കയറി. എന്നാ പോകണ്ട. ഇച്ചിരിയുടെ മുന്നോട്ട് ഇറങ്ങി നിന്ന് പിടിച്ച് പയ്യെ. അവിടെ നോക്കിയിരിക്കരുത്, ഇപ്പുറത്തും കൂടെ നോക്കണം. അയാൾ നിർത്തിത്തരും. എന്നാ പോട്ടെ, വരട്ടെ. ക്ലാസ് അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാണ്ട് കിളി പോകും പറന്നു. പയ്യെ മുന്നോട്ട് ഇറങ്ങി.
ഇത്തിരി മതി മോളെ. അവിടെ നോക്ക്. പയ്യെ അനങ്ങി നിന്നാ മതി മോളെ. ഇറങ്ങടാ. ഇറങ്ങുമോളെ മോളെ പതിയെ ഇറങ്ങടാ. മക്കളെ ഇറങ്ങടാ. ഫ്രണ്ട് നോക്കിക്കോണേ. നേരെയാക്കി. ആക്സിലേറ്റർ വേണ്ട. മോളെ പേടിക്കല്ലേ. മോൾ എത്ര വേണേ സമയം എടുത്തു. കണ്ടാ പയ്യെ മതി. നിർത്തി തന്നാ നമ്മൾ ഇറങ്ങി നിന്നാലേ അവർ നിർത്തി തരൂ. ഗ്ലാസ് ഒന്ന് നോക്കാവാ. കണ്ണും കാണാൻ മേലെ പൊക്ക്. കണ്ണും കാണാൻ മേലെ ഇതിന് ഇപ്പൊ ഓക്കെ സേഫായി. ഇനിയിപ്പം ഓടാൻ പറ്റത്തില്ല. ആ കിളിയൊന്നും പറന്നു പോകത്തില്ല. പോവാ ശംഭു കിളി. ഇനി ഇതിനകത്ത് തന്നെ നിന്നോളും. നമ്മുടെ സ്വന്തം വീടും സ്ഥലവും ആവുമ്പോ പേടി തോന്നും. മനസ്സിലായ? നമ്മൾ മറ്റുള്ളവരെ അടുത്ത് തലേ വെക്കുന്ന നമ്മള് നേരത്തല്ല. നമുക്കുള്ള അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പയ്യെ ഇറങ്ങി ആ റോഡ് ബ്ലോക്ക് ചെയ്താലേ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. എങ്ങോട്ടാ നമുക്ക് പോകണ്ടേ? സ്ട്രൈറ്റാ ലെഫ്റ്റാ റൈറ്റാ? പോട്ടെ. അതെങ്ങനെയാണോ തട്ടുന്നത്? ഫ്രണ്ടിലെ തിരക്ക് നോക്ക്. വേഗത കുറച്ച് ഭാഗത്തൊന്നുമില്ല. ഇത് മാനുവൽ ഗിയർ ഓടിച്ചിട്ടുള്ള ടെൻഷനാണ്. ഒരു ചിരി വന്നു കേട്ടാ മുഖത്ത്. തിരക്ക് പറയുമ്പോ ചിരി വന്നു. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കുക. വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഒതുക്കി നിർത്തിക്കുക. ആ തണലത്ത് ഒതുക്കി എടുക്കും. ഇവിടെ അല്ല, തണലത്ത് മുന്നിലൊരു തണല് കണ്ട നേടല്. ഇതല്ല മുന്നില്. അതെ അവിടെ. ഇച്ചിരി മുന്നില് പോസ്റ്റിന്റെ അവിടെ ഒരു തണല് കണ്ട. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു സിഗ്നൽ കിടക്കുന്ന കണ്ട. അതിന്റെ അപ്പുറം കണ്ണും കാണാൻ മേലെ. ഇംഗ്ലീഷിൽ പറയണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മാക്സിമം സൈഡ് ഒതുക്കി. അതെനിക്ക് അറിഞ്ഞൂടാ. പോസ്റ്റ് നമുക്ക് 7500 ഒരു പോസ്റ്റിന്റെ വില. റോഡല്ല വണ്ടി കിടക്കുന്നത്. ഇനി സ്ഥലമുണ്ട് നമുക്ക് മുന്നിൽ. ഇനി ആ പോസ്റ്റ് ഇടിക്കില്ല. ഇനി മുന്നിലെ സ്ഥലം കാൽക്കുലേറ്റ് ചെയ്യാം. ലെവൽ ചെയ്ത് നേരെയാക്കി. നേരെയാണോ വണ്ടി? എത്തി നോക്കാം. അവിടെ ഈ ഒരു കാഴ്ച നോക്ക്. സ്റ്റിയറിംഗ് അല്ലേ എന്ന് ചോദിച്ചാൽ. ഈ ഒരു കാഴ്ചയിൽ വണ്ടി നേരെയാണോ ചരിഞ്ഞാണോ? അത് നേരെയാക്കി ഇടാനാ പറഞ്ഞത്. അതിനെങ്ങോട്ട് തിരിയണം? ഇച്ചിരി തിരിച്ച് നേരെയാക്കി ഇടും. അപ്പൊ അതൊക്കെ നേരെ ആവുമ്പോ നിർത്തും. നേരെയായാ അപ്പം നിർത്തും. അങ്ങനെയാ വണ്ടി കൊണ്ടുവന്ന് സൈഡിൽ ഒതുക്കി ഇടേണ്ടത്. അല്ല എത്തി നോക്കിയൊന്നും കാണണ്ട. ഈ കാഴ്ചയിൽ നമ്മൾ കണ്ട സ്ഥലത്തേക്ക് മാക്സിമം സൈഡിൽ കൊണ്ടുവരണം. സൈഡായി തോന്നി അവിടെ നിർത്തണം. എന്നിട്ട് നോക്കണം വണ്ടി ലെവലാക്കാൻ എങ്ങോട്ട് മാറ്റണം. അതിനെ ലെവലാക്കി ഇട്ടേക്കണം. ഓക്കെയാണ്? പോവാം. പോട്ടെ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. ഓണായിട്ടില്ല ഇൻഡിക്കേറ്റർ. ഓണാക്ക്. പ്രോപ്പറായിട്ട് തവിട്ടുക. അതൊരു 3 സെക്കൻഡ് ബ്ലിങ്ക്. ഇപ്പൊ ഓണായി. തലയും കൂടെ പോയപ്പോ ഓക്കെ ആയി അല്ല? ആണ്. ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്ക്. അപ്പൊ പതുക്കെ ഫ്രണ്ട് നോക്കി ഇറങ്ങി. ഓക്കെ അല്ലേ? ഇനി ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമുണ്ടോ? ഓഫ് ചെയ്തേക്ക്. ഇനി ഓടിപ്പോട്ടെ. ബന്ധുക്കാരാണോ ഹോൺ അടിക്കുന്ന പുറകെ കിടന്ന്? നോക്ക് ഫ്രണ്ടിൽ എന്താ സാഹചര്യം നോക്കി അതിനനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോകും. അപ്പൊ ബ്രേക്കിൽ വാ. എന്നിട്ട് ഒതുങ്ങി കൊടുക്കരുത്. ആ സ്ഥലത്തേക്ക് ഇത്തിരി ആയിട്ട് കയറി ചെല്ല്. അയാൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഇനി പോട്ടെ. ആ ചേട്ടൻ ഇവിടെ ആംബുലൻസിന് ഓരോമായിട്ട് ഓടുന്ന വണ്ടിയാന്ന് തോന്നുന്നു അല്ല? ലോക്കൽ ആംബുലൻസ് ഓട്ടോ. അതാണ് അത്ര ഹോണടി. നമുക്ക് റോഡിൽ ആരെയും നന്നാക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത്രേ ഉള്ളൂ. എടുത്ത് നമ്മള് എങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പൊക്കി വളയ്ക്കാൻ നോക്കണ്ട. പറ്റത്തില്ല. സ്റ്റിയറിംഗ് തിരിച്ച് പതുക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കാഴ്ചയിലേക്ക് ഫ്രണ്ടിനെ കൊണ്ടുവന്നോണം. ചരിച്ച് നമ്മുടെ വ്യൂവിലേക്ക് ആയിരിക്കണം ഈ വണ്ടി പോകേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ അതിനെ നിർത്തി ലെവൽ ചെയ്തെടുത്തോണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. റോഡ് എങ്ങോട്ടാണെന്ന് നമുക്ക് നേരത്തെ കാണാം. റോഡിൽ എന്താണെന്ന് നേരത്തെ കാണാം. നമ്മുടെ വണ്ടിയെ അതിനനുസരിച്ച് പൊസിഷൻ ആക്കി അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. മനസ്സിലായ? നമ്മുടെ സൈഡിൽ സ്ഥലം ഇല്ലെങ്കിൽ വേണ്ട സ്ഥലം കയ്യേറി എടുത്തോണം. അത് സമയത്തൊഴിഞ്ഞു മാറാൻ നോക്കരുത്. കയ്യേറുന്നെല്ലാം കൊള്ളാം. കൊണ്ട് കള്ള ആധാരം ഉണ്ടാക്കിയിട്ട് പേരിലാക്കരുത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പണി കിട്ടും അല്ല? നമ്മൾ ഈ ഒരു പാലത്തിന് വേണ്ടി കറങ്ങി ഓടി ഓർക്കുന്നുണ്ടോ? പാലത്തിലല്ല. ഇത് ഞങ്ങൾ വേറൊരാൾക്ക് ക്ലാസ് കൊടുക്കാൻ വന്നിട്ടേ അന്ന് ഈ പാലം പണിതോണ്ടിരിക്കുക. ഇട്ട് ചുറ്റിച്ച് ഇവിടെ ഇട്ട്. ഇവിടെ സോളാറും വെച്ചിട്ട് ശംഭു സോളാർ വെച്ച് പാലത്തിൽ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണോ നടുക്കൂടെയാണോ ഓടിച്ചു പോകുന്നത്? അത് നോക്കി
അവൻ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും. അവന്റെ വഴി ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ മതി. ഇതുണ്ട് ഇപ്പോഴും നമ്മൾ നടക്കാം. അങ്ങനെ സ്ഥലം വിട്ടു കൊടുത്ത് ഇതിനിടയിൽ കൂടെ ആള് വരും. ഇനി ഇറക്കവാ, അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അതൊക്കെ വേഗത കുറയ്ക്കും. ഇതിപ്പോ ടാക്സി വണ്ടി പോണ പോലെ ഇരിക്കുന്നില്ല ഞാൻ വേഗത കുറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പറഞ്ഞ് ഒന്ന് കൺട്രോള് പോയി വണ്ടി താഴോട്ട് വരുത്തും. ഇറങ്ങുമ്പോ വണ്ടിയെ കൺട്രോൾ ചെയ്തോണം കേട്ടാ. എറണാകുളത്ത് ഊബർ വല്ലതും ഓടുമായിരുന്നോ? അല്ലേ അമ്പു? ചേട്ടൻ നടന്നു പോകുന്ന സ്ഥലം കണ്ട അവിടെ നിന്ന് ഒതുക്കി നിർത്തണം. അത് ഒരു ചേട്ടൻ നടന്നു പോകുന്ന കണ്ട. അപ്പൊ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തു. അവിടെ നിന്ന് ഓൺ ചെയ്യും പ്രോപ്പറായിട്ട്. അവിടെ നിന്ന് ഒതുക്കി നിർത്തിക്കുക. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാമല്ലോ. നേരത്തെ തന്നെ വേഗത കുറച്ച് നമ്മുടെ വണ്ടിയെ പതുക്കെ ആ സ്ഥലത്തേക്കൊന്ന് ചരിച്ച് കൊണ്ടുപോകാം. ആ വഴിയിലേക്ക് ചരിച്ച് കൊണ്ടുപോകാം. അങ്ങനെ അവിടെ കിട്ടാവുന്ന അത്ര സൈഡ് കിട്ടി ഒതുക്കി നിർത്തും. ഓക്കെ ആണോ? ഇത് തന്നെ കുറച്ചുകൂടെ സമയം എടുത്ത് ചെയ്യാം. ഇപ്പോൾ ഓടി വന്ന് ലെവൽ ചെയ്യുക, ഒതുക്കുക, എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്തത്. നമുക്ക് അവിടെയാണ് നിർത്തേണ്ടതെന്ന് അറിയാമെങ്കിൽ നേരത്തെ തന്നെ വേഗത കുറച്ചിട്ട് ആ സൈഡിലേക്കൊന്ന് ഒതുങ്ങിയാൽ പുറകെ വരുന്നവർ പോയിക്കോളും. പിന്നെ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട് അവിടേക്ക് എത്താനായിട്ട്. സമയമെടുത്ത് അവിടെ എത്തിയാൽ മതി. അപ്പോൾ റിസ്ക് ഇല്ല അവിടെ. അല്ലെങ്കിൽ പേടിച്ചായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത്. തട്ടുവോ മുട്ടോ എന്നൊരു പേടിയുണ്ട്. പുറകിൽ നിന്ന് അവർ ഹോൺ അടിക്കുമ്പോൾ അതും കൂടെ ഇരട്ടിയാവും പേടി. സമയമെടുത്ത് കൊണ്ടുവന്നാൽ മതി. അവരെ പോകാൻ സമ്മതിച്ചേക്കണം. ആദ്യമേ തന്നെ എനിക്ക് ഇവിടെയാണ് പോകേണ്ടെങ്കിൽ എൻ്റെ സൈഡിലേക്ക് ചേർന്ന് പതുക്കെ ഞാൻ ചെല്ലുക. അപ്പോൾ അവർ കടന്നു പോയിക്കോളും. എന്നിട്ട് എൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. ഇവിടുന്ന് എങ്ങോട്ട് പോകണം? ലെഫ്റ്റ് പോകണോ നേരെ പോകണം? നേരെ പോയാൽ മതി. നേരെ തിരക്കില്ലാത്ത സ്ഥലമായിരിക്കും അല്ല? അല്ല, നേരെ തിരക്കുള്ളത്. അങ്ങനെ നേരെ തന്നെ പോകും. നമ്മൾ ഗിയർ മാറ്റിയിട്ടില്ല, ഓൾറെഡി ഡ്രൈവില്ല. മെസ്സ 5 കിലോമീറ്റർ അപ്പുറത്താ. ശംഭു ഈ മാറ്റാണോ പറഞ്ഞ ശംഭു? ഇത് തന്നെ 3D മാറ്റ്. നമ്മുടെ സൈഡ് നോക്ക്. വണ്ടി അങ്ങോട്ടാ പോകുന്നതെന്ന് മാത്രം നോക്ക്. ആര് എവിടെ? വന്നോട്ടെ മോളെ. അവന്റെ വഴി ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ മതി. നമ്മുടെ സൈഡ് നോക്കി മോള് പോയിക്കൊണ്ടിരുന്ന അവൻ കടന്നു പോയിക്കോളും. കണ്ട അയാൾ പോയത് കണ്ട. നമ്മൾ അയാളെ പിന്നെ ഫോളോ ചെയ്യാതിരുന്നാൽ മതി. വീണ്ടും നോക്ക് നമ്മുടെ സൈഡ് എവിടെയാണ്, അങ്ങനെ തന്നെ വണ്ടിയെ കൊണ്ടുപോയിട്ട് അയാൾ അവിടെ നിർത്തും. അപ്പോൾ വേണ്ടുന്ന സ്പേസ് എടുക്കും. ചെയ്തില്ല. അയാളെ ഒഴിവാക്കി പോകാനുള്ള സ്ഥലം എടുക്കാൻ വയ്യായിരുന്നാ? വേണ്ടേ? ഇപ്പൊ വേണ്ടേ അമ്മ? പോട്ടെ പോട്ടെ ഇപ്പൊ പോട്ടെ. നമ്മുടെ സൈഡ് മിസ്സാവരുത്. എതിരെ നോക്കിയിരിക്കരുത്. ഈ സൈഡിൽ നിന്ന് വണ്ടി അകന്നും പോകരുത്, ഈ സൈഡിലേക്ക് ഇറങ്ങിയും പോകരുത്. ഓടുമ്പോൾ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രം അകലണം. അത് കഴിഞ്ഞാൽ വീണ്ടും തിരിഞ്ഞു വന്നോണം നമ്മുടെ സൈഡിലേക്ക്. ഓക്കെ അല്ലേ? ആ കാര്യം മാത്രം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മുന്നിൽ 100 മീറ്ററോളം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ എന്താ അവിടെ നടക്കാൻ പോണേന്ന് അറിയാം. അതിന് വേണ്ടി നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. സ്പേസ് വീഴുന്ന കണ്ട ലെഫ്റ്റില്. അവിടെ ഒരു സ്ഥലം വന്നാൽ അതിനിടയിൽ കൂടെ ആളുകൾ വരും. ശംഭു നിന്റെ ഭാഗത്തും തെറ്റുണ്ടോ? നിനക്ക് അങ്ങനെ തന്നെ ബസ് പോകുന്ന വഴി ചെന്നോണ്ടിരുന്ന അവര് ചാടത്തില്ല. വേണ്ട മോളെ അത് കാണിച്ചത്. മോള് സ്ലോ ചെയ്ത് കാണിച്ചുകൊണ്ടാ. പോട്ടെ. നീങ്ങിക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ അവര് ചാടത്തില്ലായിരുന്നു. പോട്ടെ. ബന്ധുക്കാരാണ് ശംഭു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് അവിടെ ഒതുക്കി നിർത്തിക്കുക. ആ മരത്തിന്റെ അവിടെ നമുക്ക് കാണാം ഇപ്പൊ പോകേണ്ട സ്ഥലം എവിടെയാന്ന്. വേഗത കുറയ്ക്കും നല്ലപോലെ. അവിടെ കിട്ടാവുന്നത്രയും സൈഡിലേക്ക് അടുപ്പിക്കും. അവിടെ വരെ അടുപ്പിക്കും. അടുത്താ. എന്നിട്ട് അവിടെ നിർത്ത്. എന്നിട്ട് നോക്കി ഇത് എങ്ങോട്ടാ ലെവൽ ചെയ്തിടണ്ടേന്ന് നോക്ക്. ഇത് എങ്ങോട്ടാ ലെവൽ ചെയ്തിടണ്ടേ. അപ്പൊ അങ്ങോട്ടൊന്ന് ബെൻഡ് ചെയ്യും. എന്നിട്ട് പതുക്കെ ഒന്നനങ്ങ് ലെവലാവുമ്പോൾ നിർത്ത്. ആയാ? എന്നിട്ട് വീല് നേരെയാക്കി കഴിഞ്ഞു. വണ്ടി സൈഡിൽ നേരെയായി നിർത്തി. അതെങ്ങനെ തട്ടുന്ന? ഇനി അതിട്ട് തട്ടില്ല. ഫ്രണ്ടില് കടന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇടിക്കില്ല. ശരിയല്ലേ? പിന്നെ എങ്ങനെ പോയി ഇടിക്കുന്നത്? ഇപ്പൊ ചട്ടി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അങ്ങനെ തട്ടുമെന്ന് പേടിയുണ്ടെന്ന്. ഇത് കടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇടിക്കുന്നത്? ഫ്രണ്ട് വീലല്ലേ തിരിയാൻ വളയുകയും ചെയ്യുന്നത്. പോവാ വീണ്ടും പോട്ടെ. ഇനി എനിക്ക് ഇടത്ത് സൈഡ് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, അത് പറഞ്ഞു തരണേ. ഇപ്പൊ ഇങ്ങനെ കൊണ്ടൊന്ന് ഇവിടെ നിർത്തിയതപ്പോ അങ്ങനെയല്ല ശംഭു, ഇതിന്റെ വീതി അറിയത്തില്ല. ഞാൻ ടേപ്പ് എടുത്തിട്ടുണ്ട് മോളെ അളക്കാൻ. നമുക്ക് വണ്ടി വരുന്ന വരല്ലേന്ന് പറയാം ക്ലാസ്സിൽ കൂടെ നോക്കിയിട്ട്. ശംഭു ആ ടേപ്പ് എടുത്തിട്ടുണ്ടല്ലോ അളവ് വീതി അറിയാനായിട്ട്. മോളെ ഇത് 3.5 അടി വീതി ഉണ്ടോ?
ഇത് 2 പേർക്ക് ഷർട്ട് കഴിക്കാൻ പറ്റും അല്ല. ഇതെല്ലാം കണക്കൂട്ടില്ല മോനെ, അല്ലാതെ നമുക്ക് ഒരിക്കലും ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു കണക്കൂട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കൃത്യമായിട്ട് അറിയാം ഇവിടെ സ്ഥലം ഉണ്ടോ ഇല്ല ഇടതുവശത്ത്. ഇടതുവശത്ത് ചേർന്നാണോ ഈ വണ്ടി പോണേ? അപ്പൊ ചേർക്ക് ഇച്ചിരി ഇടരുതെന്നാ ഞാൻ പറഞ്ഞു. കാൽനട യാത്രക്കാർക്ക് മാത്രം വഴിയിട്ട് കൊടുക്കുക. ഈ വളവും ഇടതുവശം നോക്കാവുള്ളൂ, ഇടതുവശം മാത്രം നോക്കി തിരിഞ്ഞു പോവാം. ഇത്രേ ഉള്ളു കാര്യം, നേരെയാക്കി പോവാം. നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് ഐഡിയ ഉണ്ടോ ലെഫ്റ്റ് സൈഡിനെ പറ്റി, ചുമ്മാ പേടി കാരണമാണ് ചെയ്യാത്തത്. അതങ്ങനെ സാങ്കല്പികമായിട്ട് നമ്മൾ തന്നെ ഒരു സൈഡ് കണ്ടുപിടിച്ച് വെച്ചോണം, ഇത്രയും മതി എന്ന്. അപ്പൊ എന്ത് ചെയ്യണം, എവിടെയാ സ്പേസ് വീഴുന്നത് അങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കും നമ്മുടെ വണ്ടിയെ. കണ്ടോ മാമനാണോ അത്? ആ അറിയാവുന്നതാ. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഞാനത് മാമനായിരിക്കും. ബാംഗ്ലൂർ ഏത് കമ്പനിയിലാന്നാ പറഞ്ഞത്? അതെന്താണ് അവിടെ ജോലി? ഈശ്വര ഭഗവാന്. ഇയാളെ വിടട്ടെ ഒരു സൈക്കിളുമായിട്ട് ഫ്രണ്ടിൽ. ഒരു മൈക്ക് ഒരു സൈക്കിൾ തന്നാ ഞാൻ ഇറങ്ങി പറയാം, എന്റെ കുഞ്ഞ് വണ്ടി ഓടിച്ച് വരുന്നുണ്ട്, എല്ലാരും ഒഴിഞ്ഞു മാറിക്കോ. മോളെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോകും. ചെയ്യാത്തതുകൊണ്ട് പുറകെ കിടന്ന ആളുകൾ ഹോൺ അടിക്കുന്നത്. അവരെ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും. മോൾ അവരുടെ വഴിയിലേക്ക് കയറി ചെല്ലാതെ നമ്മുടെ സൈഡ് മാത്രം ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആണ്, ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ, ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ. ആ പിള്ളേർക്ക് വേണ്ട സ്പേസ് എടുക്കാവുള്ളൂ. ചീത്തയാണോ വിളിച്ച? ഇടത്ത് പിള്ളേരെ തട്ടാതെ നോക്ക്. കണ്ടാ, ഇടത്തുനിന്നുള്ള സ്ഥലം നേരത്തെ എടുത്ത് വെച്ചോണം. സമയത്ത് ഒഴിഞ്ഞു മാറുമ്പോഴാണ് വലത്തുനിന്ന് വരുന്നവർക്കിട്ട് തട്ടുന്നത്. സമയത്ത് ഒഴിഞ്ഞു മാറണ്ട, നേരത്തെ അതിന് വേണ്ടുന്ന സ്ഥലം എടുത്തു. ഇടത്ത് സ്പേസ് വീഴുമ്പോൾ ഇടത്തേക്ക് പോന്നോ, ഇടത്ത് സ്ഥലം ഇല്ലെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊണ്ടിരുന്നോ. അതൊക്കെ എന്ത് തോന്നുന്നത്? അപ്പൊ അത് അടുപ്പിക്കും. ഇപ്പൊ അടുത്താ അങ്ങനെ പോയിക്കോ. ഇനി അവിടെ തടസ്സം വരുമ്പോ അതുപോലെ ഒഴിഞ്ഞു മാറിക്കോണം. അതെങ്ങനെ കണ്ണാടി നോക്കുന്നത്? ഫ്രണ്ടോട്ടല്ലേ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, കണ്ണാടിയിൽ കിട്ടുന്ന പുറകിലത്തെ കാഴ്ചയല്ലേ. ചെറുതായിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു പോസ്റ്റ്, പക്ഷെ വണ്ടിയുടെ വരവ് കണ്ടപ്പോ അങ്ങോട്ട് നീങ്ങി കളഞ്ഞു പോസ്റ്റ് അല്ലേ അമ്പോ? അതെ, എതിരെ വരുന്നയാളെ നോക്കരുത്. ഇടതുവശത്ത് സ്ഥലമുണ്ടോ ആ സ്ഥലത്തൂടെ നമ്മുടെ വണ്ടി പോയിക്കോണം. അയാള് നമ്മളെ കണ്ടോണ്ടല്ലേ വരുന്നത്. ഇപ്പോഴും എതിർവശം നോക്കരുത്, നമുക്ക് ഇവിടെ സ്ഥലം ഉണ്ടോ നോക്ക്. മോളെ ഇയാളെ എറിക്കയറ്റി വിടും കേട്ടോ നിങ്ങളെ. നമ്മുടെ സൈഡ് മാത്രം നോക്കി ആ വളവ് തിരിച്ചോണ്ട് പോകാം. എതിരെ വന്ന് എന്തിരിക്കുന്നതിലും ഞാൻ നോക്കിക്കോളാം. കഴിഞ്ഞ അവിടെ നോക്കി നിർത്ത്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. ആ മുന്നിൽ പുഴിയുണ്ട് അവിടെ. ഒത്തോന്ന് പറഞ്ഞ വണ്ടി എടുത്ത് താഴെ ഇടരുത്. അവിടെ നോക്കിയിട്ട് ആ പുല്ലിലൊന്നും ഇറങ്ങാത്ത രീതിയിൽ പോകും. എത്തി നോക്കണ്ട, എത്തരുത്, അവിടെ ഇരി. എന്നിട്ട് അവിടെ ഒതുക്കിയിട്ട് വണ്ടി പതുക്കെ ഇറങ്ങണം. എന്നിട്ട് ലെവൽ ചെയ്തിട്ട് വണ്ടിയെ മാക്സിമം സൈഡ് കിട്ടിക്കഴിയുമ്പോൾ നിർത്ത്. ഇതേ ഫ്രണ്ട് നോക്കിയിരുന്നു, ലെവലാകും. ലെവലായോ അതോ ഇച്ചിരി വരാണ്ട? ഇച്ചിരി വരാണ്ട. അപ്പൊ ഇച്ചിരി കൊണ്ടുപോ. ഇപ്പോഴല്ലേ നേരെ ആയോ? കിട്ടിയാ ന്യൂട്രലാക്കി. വണ്ടി എപ്പം നിർത്തിയാലും ന്യൂട്രലാക്കിക്കോണം. ഹാൻഡ് ബ്രേക്ക് ഓണാക്കി വെച്ചോണം. ഓണായിട്ടില്ല, ഓണാക്ക്. ഓക്കെ, ഇനി പൊങ്ങോ നോക്കും. അങ്ങനെ മാക്സിമം ഓണാക്കി വെച്ചോണം. അല്ലെങ്കിൽ ചിലപ്പോൾ നിരപ്പല്ലെങ്കിൽ ഉരുണ്ട് പോകും വണ്ടി. ഇനി പയ്യൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കിയാൽ ഇപ്പം നീങ്ങില്ല, ഉറപ്പായി. ശരിയല്ല, നേരത്തെ വീട്ടിൽ വെച്ച് ഇറങ്ങിയപ്പോൾ ഒന്നും അനങ്ങിയില്ല ഈ വണ്ടി. മാക്സിമം ഹാൻഡ് ബ്രേക്ക് ഓണാക്കാഞ്ഞുകൊണ്ട് ഇതാ സേഫ്റ്റി. അപ്പോൾ ഇത് ഓണാക്കി വെച്ചിട്ട്